ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. കളിക്കാനും കളി പഠിപ്പിക്കാനും CJ കമൻറ്റ് ചെയ്യാർ. നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ പോപ്പി പ്ലേറ്റൻ ചാപ്റ്റർ 1 മൊബൈൽ വെർഷനാണ് നമ്മളിന്ന് കളിക്കുന്നത്. ഇതിൻ്റെ ആദ്യം ആ ഇൻട്രോയിലൊരു അപ്പൂപ്പൻ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് എടുക്കാൻ നേരം എടുത്തതാണ്, പക്ഷേ കിട്ടിയില്ല എന്നുള്ളതാണ്. ഞാൻ വീഡിയോ റെക്കോർഡർ ഓഫാക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. Hi, my name is Leif Pierre, and I'm the head of innovation here at the Playtime Co. Toy Factory. If you're seeing this, then you're trespassing. Yeah, we play this little tape on loop whenever we close the factory for the day. So, trespasser, just to make you aware, while we pride ourselves primarily on our high-quality toys and excellent child care, we also pride ourselves on our security. For example, this facility is full of hidden motion triggers, which, once set off, will turn on the factory's emergency alarms and directly contact the authorities. And that's one of the more tame aspects of our security system. No spoilers. So, you've got my warning. It's not too late to turn around. I just hope that you're certain whatever you're doing is worth it. നമുക്ക് ഇവിടെ ഇപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രെയിനിൻ്റെ കളർ നോക്കി വേണം നമ്മൾ ഒരിടത്ത് കൊണ്ട് അടിക്കണം. അതിൻ്റെ നമ്മളിപ്പോൾ ഹൈയിലിട്ടാണ് കളിക്കുന്നത്. ഗ്രാഫിക്സ് പച്ച, പിങ്ക്, മഞ്ഞ, ചുവപ്പ്. 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 പച്ച, പിങ്ക്, മഞ്ഞ, പച്ച, പിങ്ക്, മഞ്ഞ, ചുവപ്പ്. ഗെയ്സ്, ഇവിടം വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബാക്കി കാണാൻ മൊബൈൽ നെറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിനി ഡിസ്ക് റീഡർ. ജമ്മുവിൻ്റെ കാലത്ത് TV ആട്ടോ കാണിക്കുന്നുണ്ട്. ഇത് ഇൻസ്ട്രക്ഷൻ. ഈ സാധനം ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. കയറൂല്ലേ ഗൈസ്? ട്രിഗർ റെസ്പോൺസ് ഇല്ലാത്തവർക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. വാട്സ് ടൈം പ്ലേ ടൈം. ഇതിപ്പോൾ സ്റ്റോറി പ്ലേ ടൈം കോ ഫാക്ടറി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മളിവിടുന്ന് പഴയ സ്റ്റാഫായിരുന്നു. അപ്പോൾ ഇവിടത്തെയൊക്കെ സ്റ്റാഫുകളെ ഒരു ദിവസം കാണാതെ പോയി. അപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ വരുന്നൊരു സ്റ്റാഫാണ് നമ്മൾ. അപ്പം കളികൾ ഇവിടെ ഒരു പൂവുണ്ട്. ആ പൂവാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഈ ഫാക്ടറിയിൽ എന്താണോ ഇവൻ്റ്. ഓ ഗൈസ്, ഓ നമ്മളെ നീലക്കൈ എൻ്റെ മോനെ, ആ ഗ്രാഫിക്സാ കൈ വന്ന് തിരിച്ചിടിച്ച് വീണു. അത്രയ്ക്ക് കമ്പ്യൂട്ടർ വൈസ് തന്നെ ഒരു ശരി. ഇവിടെ നമ്മൾ എന്താണ് ഈ ട്രെയിനിനെ വലിച്ച് പറിച്ചെടുക്കണോ? ട്രെയിൻ അല്ലേ ഗൈസ്? അല്ല. പിന്നെ നമുക്ക് ഇനി ഇവിടെ ഡോഗി ബോട്ടിൻ്റെ കുറച്ച് പാക്കേജുകൾ കാണാം. നമുക്ക് ഈ നല്ല ഡോഗി ബോട്ടിൻ്റെ പാക്കേജ് എടുക്കാം. നമുക്ക് ഹഗ്ഗി വഗ്ഗി പാക്കേജ് എടുക്കാം. ഒരു വേഷം പറഞ്ഞാൽ ഹഗ്ഗി വഗ്ഗി പാക്കേജിനകത്ത് ഒന്നുമില്ല എന്നുള്ളതാണ്. വിഷമമാണ്. ഇപ്പോൾ നമുക്ക് ഇതാ ഒരു ഡോഗി ബോട്ട്. ഓ ഡോഗി ബോട്ട് അതിൽ പിടിച്ചിവിടെ പോവാണ്. ഇനി നമുക്ക് സാമാന്യത വലിച്ചെടുക്കാം.
இப்படி ஓடியோ பூவா பூ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ ഡോഗി ബോട്ട് ചത്തു ഈ ഡോഗി ബോട്ട് ഇത് നമുക്ക് ഞാൻ ജസ്റ്റ് നമുക്കിനി ഇവിടെ എന്തോ ചെയ്യാനുണ്ട് വേറെ ഇത് നമ്മളെ കയ്യിൻ്റെ സിമ്പിളല്ലേ ചാടിപ്പോകാൻ പറ്റും അങ്ങോട്ട് ആ നമ്മൾ ഇരുന്ന് പോയോ നമ്മളിവിടെ കൈ ഓ സ്കാനിങ് QR കോഡ് സ്കാനിങ് പോലെ QR കോഡ് സ്കാനിങ് നിങ്ങളെല്ലാവരും ഈ കൈ വാങ്ങുക ഇനി മുതൽ QR കോഡ് സ്കാനിങ് മാറി QR കോഡ് സ്കാനിങ് ആയിരിക്കും വരുന്നത് ചെറിയ റൂമാണ് പോവുള്ളത് ാണ് ഗൈസ് അതൊരു ഹലോ ഗൈസ് പിന്നെയും വന്നു ഞാൻ അതൊരു എററായിരുന്നു നമ്മൾ ഗെയിമിൽ നിന്ന് ഫുള്ളായിട്ട് പുറകിറങ്ങിപ്പോയി നേരത്തെ അത് കണ്ടത് എന്ത് എററായിരുന്നു കേട്ടോ എന്താന്ന് എനിക്ക് നോക്കി പൊട്ടിക്കാത്ത പാക്കറ്റിൽ ഹഗ്ഗി വഗ്ഗി എടാ ഹഗ്ഗി വഗ്ഗി എടാ വഗ്ഗി നമുക്ക് ഈ ഹഗ്ഗി വഗ്ഗി ഇത് ചുറ്റിയാല വലിയ ഹഗ്ഗി വഗ്ഗി നമുക്കിത് ചുറ്റാം തുടങ്ങിയെടുത്ത് തന്നെ ഒന്ന് നിന്ന് എന്റെ പൊന്നെ മനുഷ്യൻ നമ്മ സീനാണ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിനി ഇവിടെ എന്തെങ്കിലും ശുഭം കൊടുത്താം കൈ സാറിൻ്റെ ഇപ്പൊ പുറകിന്ന് പിടിക്കോ എനിക്ക് കാണണ്ട നേരത്തേക്ക് ഇവിടെ ഇല്ലായിരുന്നല്ലോ ഞാൻ ഓക്കെ നമ്മളെ ഉണ്ട് കൈസ് ഞാൻ വിചാരിച്ച കീ നമ്മളെ കാണൂലെന്ന് ഇങ്ങോട്ടാണ് തിരിഞ്ഞ് കയറിപ്പോയാൽ നമുക്ക് ഇപ്പൊ ഇങ്ങോട്ട് തിരിഞ്ഞ് കയറി ഗാഡ് എനിക്ക് ചെറിയ പേടി നമ്മൾ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ് ഇതിലെന്തോ കുറെ കൈൻ്റെ അടയാളം കൊടുത്തിട്ടുണ്ട് എന്റെ പൊന്നടാ പതിയെ തെറിച്ചു നോക്കൂടെ ഷോക്ക് അടിച്ച് ചാവൂല കഴിച്ചത് വെച്ചാൽ നമുക്ക് പോയി കൈ പിന്നെ നമ്മൾ ഈ എന്താ ചെയ്യേണ്ടത് അതായത് ഈ കാണുന്ന വടി പോലത്തെ സാധനത്തിൽ ഫുള്ള് ഇത് ചുറ്റിക്കണോ പിടി ഗൈസ് പുള്ളിക്കാരനെ കാണാനില്ല പുള്ളിക്കാര ചീരാണ് പുള്ളിക്കാര മര്യാദക്ക് ഇന്ന് നമ്മ സീനാണ് നമ്മൾ കയ്യാർ സ്കാനിങ് ചെയ്യുകയാണ് ഇപ്പോൾ ഗേറ്റ് ഫുള്ളായി തുറന്നു വെക്കുന്നു നമുക്കിനി നേരെ ഞാനാ കാണുന്നത് എന്താണ് അതാ പുള്ളിക്കാരൻ്റെ കയ്യല്ലേ ഫോളോ
എന്താ പൊന്നാശാനെ ഇങ്ങനെയൊക്കെ കിടന്നടിക്കാമോ? ഈ പുകയടിക്കാമോ? കൈ ഇവിടെ വർക്കാവില്ല. അവിടെ ഒരു ക്യാസറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു കഥവിന്റെ പിടി പൊട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്കിപ്പോ പോവാം. മേലെ വേറെ വഴിയില്ല. ഇവിടെ മേലോട്ട് പോണം. ഒരു ക്രെയിൻ ഹായ് ക്രിസ്റ്റൽ ലൈറ്റ്. നമുക്ക് ഇവിടെ ഇരുന്നാണോ ഇത് കൺട്രോൾ ചെയ്യേണ്ടത്? ഓ ഇവിടെ 1 2. ഓ അപ്പൊ ഇനി പച്ച മഞ്ഞ ചുവപ്പ് ഇങ്ങനത്തെ കളറിലുള്ള ഇതൊക്കെ ഇനി നമ്മൾ കണ്ടുപിടിക്കണോ? ഓ മച്ചാനെ അതെടുത്തേ വേണമല്ലോ. അമ്മ ചിലപ്പോ ഇതിൻ്റെ ഇടയ്ക്ക് കുത്തി കയറ്റി വെച്ചു. ആ ക്യാസറ്റ് ചോപ്പ് ഞാൻ കണ്ട് പിഷ്കു. ഓക്കെ ചോപ്പ്. പിന്നെ മഞ്ഞയാണ്. ദോ കിഴിക്കുന്നു വെഞ്ഞില കിണ്ണം. നമ്മളങ്ങനെ ഇവിടെ നിന്ന് മണ്ടേ കയറും. അടിപൊളി. ഇവിടെ നിന്ന് മണ്ടേ കയറണമെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം. എന്റെ പൊന്നാളി നമുക്ക് ഇവിടെ അങ്ങനെ പിടിക്കാൻ. എന്റെ പൊന്നെണ്ണ ഇവിടെ പിടിച്ച് കയറാൻ പറ്റും ഒന്നുമില്ല. നമുക്കിത് എസ്കേപ്പായാലോ? ഇത് മറ്റേ കഥ അറ്റാച്ചാണ്. ശരി. ദോയിരിക്കുന്ന സ്റ്റെപ്പ് നമുക്ക് ആ ക്യാസറ്റ് റീഡർ കൊണ്ട് ക്യാസറ്റ് ഇടാം. Rich, where are they keeping the Huggy boxes? I don't know. I couldn't tell you. Remember when maintenance left us to meet with this place? Exactly. Nobody in this stupid company knows what they're doing. I swear I haven't seen a single box in its place since they started flooding the storehouse with orphanage junk. Right. I guess it's a nice program on brand. I'm happy about it when manufacturers got our necks about it, because we can't buy stupid Huggy boxes. Rich. You're right. It's for the orphans. I just wish there were less boxes. ഈ സാമാനം എടുക്കാല്ല. പിന്നെ ഒരു 2 കൈ വന്നു. ഇവിടാടാ അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ നീല കൈ ഇവിടെ വെക്കണം. എന്താ QR സ്കാനിങ് ആവാത്തേ? അങ്ങനെ ഇല്ലല്ലോ. പണ്ടാരം എടുത്തില്ലാകുന്നില്ല. ഞാൻ ഗ്ലിച്ച് അടിച്ചെന്ന്. ഗ്ലിച്ചല്ല മീസത്. പറയാൻ പറഞ്ഞു. കുറെ നേരം കൊണ്ട് പറഞ്ഞില്ല. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇതെല്ലാം ചെയ്തേക്കണം. ഓക്കെ. അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനകത്തേക്ക് കയറാം. പിന്നെ പരമാവധി കമൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മളെന്താ ചെയ്യണ്ടേ? മറ്റേ സാമാനിൽ ഇപ്പം ഇവിടെ എന്തോ പ്ലസിലുണ്ട്. ഇങ്ങോട്ടൊരു വഴി. ഇത് എന്നിട്ട് ഇവിടെ കൂടെ വന്ന് ഇവിടെ കൂടെ കയറി ഇവിടെ വന്ന് ഇവിടെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട്. ഓ ഗായ്സ്, എനിക്ക് ഇപ്പോഴാണ് സംഭവം പിടികിട്ടിയത്. നമ്മളിവിടെ ചെയ്യാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളിവിടെ കയറിയിട്ട്
ഇത് ഒരു കൈ വെച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കറങ്ങി വന്നാൽ അതിൽ ടച്ച് ചെയ്തല്ലോ. ഇപ്പൊ നമുക്ക് നീളവും കുറവല്ലേ. എന്നിട്ട് ഇത്രേ ഉള്ളൂ, സിമ്പിൾ. എനിക്ക് മനസ്സിലായത്, ഞാൻ നോക്കുമ്പോൾ നമുക്കവിടെ ഇത് കണക്ട് ചെയ്യാം. നമ്മൾ ചെയ്യണം തെറ്റില്ല, ഇനി നമുക്കവിടെ കണക്ട് ചെയ്യണം. കാരണം കൈക്ക് ഒരുപാട് നീളമല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ നമുക്ക് ചെയ്താൽ മനസ്സ് എന്തോ ഒരു അഴുക്ക് പോകുന്നു. എൻ്റെ പൊന്നാശാലയൊക്കെ കൊട്ടിൻ്റെ ഒരു ഇതെന്തോ സംഭവം, ഇതെന്തോ സംഭവം. എനിക്ക് പിടിയുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടെ എത്തിയ നീഡ് പവർ നമ്മൾ ചെയ്യാനുള്ളത്. ഗ്യാസ് കൈ വിടാ അങ്ങോട്ട്. നമുക്കത് വലിച്ച് കൂടി പോകാൻ പറ്റുമോ? പിന്നെ എന്തിനാ നമ്മളത് വലിച്ചിടുന്നത്? ഇങ്ങനെ പിന്നെ അത് ഇവിടെ ഉണ്ടോ? ഓക്കെ, തിരിച്ചാണ്. അയ്യോ, ഇവിടെ പിടിച്ച് വലിച്ചു നോക്കിയത് നമ്മുടെ വലിയത്തില്ല. ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കി പോയി പുള്ളിക്ക് വലിക്കണം. ഓ മൈ ഗാഡ്, നമ്മളത്ര തുറന്നു വെക്കില്ല. So, Stella, what made you want to work at the Playtime Co. factory? Playing with toys when I was young, so magical. I could go straight from my bedroom floor to anywhere in the world. It was such a great feeling. And being able to work at a toy factory, somewhere that can provide kids with that same experience, that's a pretty great feeling too. Sometimes though, I really wish I could go back to being a kid. Chapter 1 It's weird, because it all starts as a kid, but older. I don't think anyone ever really feels like an adult. Your body gets older, and then you die. Human bodies just can't stay young forever. There's things though, like some trees that can stay alive even while being way older than a person. I mean, the oldest people to ever live are still younger than those. So I guess everyone is always young relative to something, right? All right, I think we're getting a little off track.
ഓടാൻ പറ്റില്ല. ഓ വരണ്ട് ചാത്ത. ഓ ഗൈസ് പണിയായി പുല്ലമിക്കോ പൊന്നണ്ണ നിങ്ങളെത്തി പോ. ഞാൻ ഒന്നും ചെയ്യൂരെത്തി പോയിട്ടാ. ഓ വലിച്ചിടപ്പെട്ടി. പോവല്ലേ ഞാൻ പേടിച്ച് തോറിപ്പോയി. ഫ്ലവർ ഇതാണ് എനിക്ക് കത്തിരി വന്ന ഫ്ലവർ കാണിച്ചു തരാൻ പറ്റിയില്ല. സോറി. ചാപ്റ്റർ 2 കളിക്കാൻ റിലീസാകുമ്പോൾ കളിക്കാം. ഒരു കാസറ്റ് അല്ല, ഇത് ട്രാപ്പാ. അല്ല കാസറ്റ്. കാസറ്റ് എവിടെ പ്ലേ ചെയ്യണ്ടേ? കാസറ്റ് പ്ലെയർ ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ ഇല്ലല്ലോ. ഗൈസ് ഇവിടെ ഇല്ല. പിള്ളബക്കടി അങ്ങ് പോണമായിരിക്കും. ഓ ഗൈസ് ഇതാണ് പോപ്പി. എന്തിനാ ഇങ്ങനെ അടച്ചിട്ടേക്കുന്നു? തുറക്കണോ? ഫുള്ള് കാണില്ല. കുറേ ദൂരോട്ട് പോവാ. Oh guys, a tight squeeze, chapter 1. ഗായ്സ് സത്യം പറയാമല്ലോ, എനിക്ക് ഈ ഗെയിം വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ധൈര്യമായിട്ട് 220 രൂപയ്ക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വാങ്ങാം. ക്രാക്കഡ് വേർഷൻ വാങ്ങാം. എൻ്റെ പൊന്നു രക്ഷയില്ല. സെക്കൻഡ് പാർട്ട് ചാപ്റ്റർ 2 വരും. അത് കുറച്ചും കൂടി വലുതാണെന്നാണ് ഞാൻ കേട്ടത്. അതിനകത്ത് മമ്മി ബിഗ് ലെഗ്സ് എന്ന് പറയുന്നൊരു സംഭവമാണുള്ളത്. അപ്പോൾ ഗായ്സ് നമ്മുടെ വീഡിയോ ഇടാൻ വെച്ച് തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളിക്കാനും കളി പഠിപ്പിക്കാനും CJ കൊമ്പൻ പിന്നീട് വീഡിയോയിൽ വരാം. ഓക്കെ ബൈ, ടാറ്റ ബൈ.